സ്വർഗവാണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകിയില്ല. ആ നല്ല ദൈവത്തെ പാടി സ്തുതിക്കുന്ന ഒരുപിടി നല്ല ഗാനങ്ങളുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ കോളിനായി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. നമ്മുടെ ആദ്യത്തെ കോളർ ലൈനിലുണ്ട്. അതിനുശേഷം നമുക്ക് തിരികെ വരാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഹലോ, ഇതാരാ വിളിക്കുന്നത്? ഇത് എന്റെ പേര് നന്ദിനി. നന്ദിനി. ഹലോ നന്ദിനി, എവിടാണ് വീട്? മലപ്പുറം ജില്ല. മലപ്പുറം. ഓക്കെ. ആരൊക്കെയുണ്ട് വീട്ടില്? വീട് ഞാൻ മാത്രം. ഓ, എന്റെ കർത്താവ്. ശരി ശരി. നമ്മുടെ കൂടെ കർത്താവ് ഉള്ളപ്പോ പിന്നെ എന്തിനാ നമ്മൾ പേടിക്കേണ്ടതല്ലേ? ആമേൻ. ചർച്ചിലൊക്കെ പോകാറുണ്ടോ? അതെ, പോവാറുണ്ട്. ഞാന് ഹൈദരാബാദ് പാശ്ചാത്യത്തിന് വന്നതാണ്. 26 വർഷമായി വിശ്വാസത്തിലാണ് ഇപ്പോഴേ. ഓ ശരി. അങ്ങനെ കേൾക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. ഓക്കെ, അപ്പൊ ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും വിളിക്കണം. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. അപ്പം നമ്മുടെ മലപ്പുറത്ത് നിന്ന് ഇച്ചിരി ദൂരെ നിന്നാണ്. അതെ അതെ, നന്ദിനി ഒരു ആൻറ്റിയാണ്, ഒറ്റയ്ക്കാണ് താമസം. എന്തായാലും അങ്ങനെ കർത്താവ് പറയുന്നുണ്ട് അല്ലേ, ഏകാഗികളെയും വിധവമാരെയൊക്കെ ചേർത്ത് പിടിക്കുന്ന നല്ലൊരു കർത്താവ്. ആ കർത്താവിൻ്റെ ഒരു സാന്നിധ്യം എപ്പോഴും നമ്മുടെ നന്ദിനി അമ്മയുടെ കൂടെ ഉണ്ടാവട്ടെ. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നല്ലൊരു പാട്ട് പാടിയിട്ട് നമുക്ക് തിരികെ വരാം. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു പാട്ടാണിത്. നമ്മുടെ ബ്രദർ കാലിബിൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സോങ് ആണ്. ഇതിൻ്റെ ഓരോ വരികളും ഇതിനെപ്പറ്റി ഒരു വിവാദം ഒക്കെ പോലെ ഉണ്ടായിരുന്നു. അത്ഭുതമല്ല, ഇത് അത്ഭുതമല്ല നാം ജീവിക്കുന്നതും. അപ്പം നമ്മൾ ജീവിക്കുന്നത് അത്ഭുതമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കൂട്ടരുണ്ടായിരുന്നു. പക്ഷേ കാലേബ് ഉദ്ദേശിച്ചത് അതൊന്നുമല്ല.
കാരണം ഞാൻ കർത്താവിൻ്റെ മകൾ ആയി ജീവിക്കുന്നതിനകത്ത് അത് അത്ഭുതമല്ല. കാരണം ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാനിതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. വളരെ ഒരു ബ്ലെസ്സഡ് സോങ്ങാണ്. നമ്മളെ വിളിച്ച പ്രിയ നന്ദിനി അമ്മയ്ക്കത് ആശ്വാസമായിരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത കോളിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇതാരാ വിളിക്കുന്നത്? വിൻസെന്റ്, ഗുരുവായൂരിൽ നിന്ന്. ഓക്കെ, നേരത്തെ വിളിച്ചിട്ടുള്ളതാണ് അല്ലേ? നേരത്തെ വിളിച്ചിട്ടുണ്ടല്ലോ. നല്ല ഓർമ്മയുണ്ട്. സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, എന്ത് വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? വീട്ടിലെല്ലാം സുഖമായിരിക്കുന്നു. വൈഫ്, കുഞ്ഞ്, വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് 2 മക്കളെ. അതെന്താണ് തോന്നില്ല. വൈഫിന്റെ പേരെന്തായിരുന്നു? വൈഫിന്റെ പേര് ഗ്രേസി. ഗ്രേസി. ഓക്കെ ഓക്കെ ഓക്കെ. ഗുരുവായൂരിലൊക്കെ എന്തുണ്ട് വിശേഷം? ഗുരുവായൂർ നല്ല വിശേഷം. ഓക്കെ, ചൂടാപ്പൊ കുറച്ച് ആണല്ലേ. നമ്മുടെ മ്യൂസിയം കണ്ടിട്ടുണ്ടോ? ബൈബിൾ മ്യൂസിയം ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? ഒരു ദിവസം കണ്ടിട്ടില്ല. തിരുവനന്തപുരത്ത്. ഓക്കെ, അപ്പം ഒരിക്കൽ വരണം. നിങ്ങൾ എല്ലാവരും കൂടി വരണം. നമ്മുടെ ഒന്നെങ്കിൽ ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ചർച്ചിലൊക്കെ പറഞ്ഞിട്ട് ഒരു ടൂർ പോലെ പ്ലാൻ ചെയ്ത്. വെമ്പായം. അപ്പം ഒട്ടും താമസിക്കണ്ട, എത്രയും പെട്ടെന്ന് പോന്നോളൂ കേട്ടോ. എത്ര ദൂരം അതിനെപ്പറ്റി നമുക്കിപ്പം പറയാനായിട്ട് പറ്റത്തില്ല. അടുത്ത. ഓക്കെ, ഒരു നല്ലൊരു പാട്ട് പാടാമോ? ഞങ്ങൾക്ക് ഒരു 4 വരി. സൗണ്ടൊന്നും ശരിയല്ല, ഒന്ന് ശ്രമിക്കാം. ഓക്കെ, പാടിക്കാം. ദൈവസ്നേഹം വന്നിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ പോരാ, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൻ എത്ര തുടിച്ചാലും. ഓക്കെ, വളരെ മനോഹരമായ ഒരു പാട്ടാണ്. ഇന്ന് ഞങ്ങൾ ഏത് പാട്ടാണ് പാടിത്തരേണ്ടത്? നിങ്ങള് എനിക്ക് നമ്മളെ മാർക്കോസ് പാടിയ ഇസ്രായേലിൻ രാജ്, ആ പാട്ടില്ലേ? ഓക്കെ ഓക്കെ. അപ്പം വിൻസെന്റ് അങ്കിളിനും കുടുംബത്തിനും വേണ്ടി ഞങ്ങൾ ആ പാട്ട് പാടുന്നതായിരിക്കും. വീണ്ടും വിളിക്കണം. ഓക്കെ. നമ്മുടെ ഗുരുവായൂരും നമ്മുടെ വിൻസെന്റ് അങ്കിളാണ് വിളിച്ചത്. അതെ അതെ. അപ്പം കുറച്ചേരം ഒക്കെ നന്നായിട്ട് സംസാരിക്കാൻ പറ്റി. അതെ, നല്ലൊരു പാട്ടൊക്കെ നമുക്ക് വേണ്ടി പാടി തന്നു. നല്ലൊരു പാട്ട് പാടി ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആ പാട്ട് കഴിഞ്ഞിട്ട് തിരികെ വരാം. മരുവിൽ മർത്യർക്കു മന്ന പൊടിച്ചു.
കാലത്ത് ക്രിസ്തീയ ഒരു കാലത്തൊന്നുമല്ല, ഇത് ഇറങ്ങിയ നാൾ തൊട്ട് ഇന്ന് വരെ പിടിച്ചു ഉലച്ചൊരു പാട്ടാണ്. ഏത് കുഞ്ഞുങ്ങൾക്ക് തൊട്ടും പ്രായമായവർക്ക് വരെ അറിയാവുന്ന വളരെ മനോഹരമായൊരു ഗാനമാണ് ഇസ്രായേൽ നാഥനെ. ഈ ഒരു പാട്ടിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മളിങ്ങനെ പ്രോഗ്രാമുകൾക്കൊക്കെ പോകുമ്പോഴേ ഞങ്ങൾ സ്ഥിരം പറയുമായിരുന്നു ഇത് ക്രിസ്ത്യാനികളുടെ ദേശീയ ഗാനമാണ്. അതെ അതെ, അതുപോലെ ക്രിസ്ത്യൻസ് എന്നല്ല, നമ്മുടെ ഫ്രണ്ട്സിനകത്ത് എല്ലാ ഹിന്ദുസ് ആണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും എന്നോട് എൻ്റെ സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ച സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ നാഥന്. അപ്പം അത്രയും ആൾക്കാരുടെ ഹൃദയം കീഴടക്കിയ ഒരു പാട്ടാണ്. അതായത് നമ്മുടെ ഒരു കാലത്ത് രക്ഷകന്റെ പാവഭാരമെല്ലാം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു വലിയ ഗ്യാപ്പിന് ശേഷം സൃഷ്ടിച്ചൊരു പാട്ടാണ്. അല്ല, ഒരു വലിയ ഗ്യാപ്പിന് ശേഷം ജനഹൃദയങ്ങളിലേക്ക്, അതായത് അതിനകത്ത് ജാതി മത വ്യത്യാസമന്യേ എല്ലാവരുടെയും ഹൃദയത്തിലോട്ട് കയറിയ ഒരു പാട്ടാണ്. അതെ അതെ, പ്രത്യേകിച്ച് ഈ അങ്കിൾ എടുത്തു പറഞ്ഞു KG മർക്കോസിന്റെ പാട്ടാണെന്ന് എടുത്തു പറഞ്ഞു. അപ്പൊ ആ വ്യക്തിയെയും കൂടെ അത്രയും എന്താ പറയുന്നത് ഉയർത്തിക്കൊണ്ട് വന്നൊരു മറ്റൊരു പാട്ടാണ്. അതെ അതെ. അപ്പൊ നമുക്ക് അടുത്ത കോളിന് ശേഷം തിരികെ വരാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ് വിളിക്കുന്നത്? ഇത് ആർപ്പക്കര ഓമന. ഈ ഇന്ന് വിളിച്ചിട്ട് കിട്ടിയതിന്റെ സന്തോഷത്തിലാണോ ഇത്രയും ചിരിക്കുന്നത്? ആണല്ലേ, എന്തുണ്ട് വിശേഷം? പരിപാടി കാണുന്നതാണ്. ഓ, പ്രോഗ്രാം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ആണല്ലേ. ഓക്കെ, ഓമനേന്റി വീട്ടിലെന്തുണ്ട് വിശേഷമൊക്കെ? സുഖമായിട്ടിരിക്കുന്നോ? ഞാനിപ്പോ ഇവിടെ കഞ്ഞിക്കുഴി എന്ന് പറയുന്നത് ഡെലിവറൻസ് എന്ന് പറയാം, പ്രാർത്ഥന കഴിഞ്ഞ് ഓ വരുവായിരുന്നു. ശരി ശരി ശരി. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ ഞാനും എന്റെ ഹസ്ബൻഡേ ഉള്ളു. നിങ്ങൾ രണ്ടുപേരേ ഉള്ളല്ലേ? അതെ. ഓക്കെ ഓക്കെ. അപ്പൊ അറിയാലോ, നമ്മുടെ പാട്ടുകളൊക്കെ കേൾക്കുന്നതൊക്കെ വളരെ ഇഷ്ടമുള്ള ആളാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു 2 വരി പാട്ട് പാടാൻ പറ്റുമോ? ഞാൻ പാടട്ടെ? ഓ, രണ്ടുപേരും പാടിക്കോ, ധൈര്യമായിട്ട് പാടിക്കോ. രാത്രികൾ യാമങ്ങളിൽ കൺകണ്ണീടുമ്പോ എന്തിനു കരയുന്നു പാടാൻ വയ്യ. ഒരു എനിക്ക് തോന്നുന്നു ഈ പാട്ട് ഞാൻ കേട്ടിട്ടില്ല, ഫസ്റ്റ് ടൈം കേൾക്കുവാണ്. അപ്പം എനിക്ക് തോന്നുന്നു ആ പാട്ടിനകത്ത് ഒരു ഭക്തന്റെ വിഷമങ്ങളൊക്കെ ദൈവത്തോട് പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതത്രയും ചിരിയോടുകൂടി പാടിയ ആന്റിക്ക് ഞാൻ എല്ലാം അത്രയ്ക്ക് സന്തോഷമുള്ള ഒരാളാണോ ഓമനേന്റി? റോഡിൽ നിന്ന് പാടുമ്പോൾ സങ്കടങ്ങളുള്ള ആളാണ് ഞാനിപ്പോ ഈ റോഡിൽ ആണല്ലേ? സാരമില്ല. എല്ലാ പ്രയാസങ്ങളും എല്ലാ സങ്കടങ്ങളും മാറും കേട്ടോ. എല്ലാം അറിയുന്നൊരു കർത്താവ് നമുക്കുണ്ട്. അപ്പൊ ഞങ്ങളും പ്രാർത്ഥിക്കാം, ഓമനേന്റിക്ക് വേണ്ടി, ഹസ്ബൻഡിന് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പം നല്ലൊരു പാട്ട് ഓമനേന്റിക്കും കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പാടാം. ഓക്കെ, അപ്പൊ ഇനിയും വിളിക്കണം. ഓക്കെ, ഓമനേന്റി പറഞ്ഞ പാട്ട് വർഷങ്ങൾക്ക് മുമ്പ് കുറച്ച് ഒരു 10 വർഷം 12 വർഷം ഇതിനകത്ത് ഇറങ്ങിയൊരു പാട്ടാണ്. അപ്പം ഇത് ശരിക്കും എഴുതിയത് നമ്മുടെ അനുഗ്രഹീത പ്രഭാഷകൻ കെ എബ്രഹാമാണ്. അതെ, അപ്പം വളരെ അർത്ഥവത്തായ വരികളാണത്. ഇപ്പം ഓമനേന്റി എനിക്കൊരു ഭയങ്കര ഇഷ്ടം തോന്നിയൊരു കാര്യം പറഞ്ഞു. എനിക്ക് ഒത്തിരി വിഷമങ്ങൾ സങ്കടങ്ങളുണ്ട്, പക്ഷെ ആ ഒരു സംസാരത്തിൽ അതെന്താ പറയുന്നത്, ഒന്നും അറിയാനില്ല, വളരെ ഹാപ്പി. അതാണ് ദൈവത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രത്യാശ എന്ന് പറയുന്നത്. അതാണ് ഈ പാട്ടിന്റെ തുടക്കം എന്ന് പറയുന്നത്, ഈ യാത്രയിൽ ഞാൻ നിന്നെ തനിയെ വിടുകയില്ല. അതാണ്. അപ്പം ആ തുടക്കമേ അങ്ങനെ തന്നെ. അപ്പം അങ്ങനെ ആ ദൈവത്തിന്റെ സ്നേഹത്തെയും കരുതലിനെയും ഒക്കെ ഉയർത്തി കാണിക്കുന്ന ഒരു നല്ല ഒരു പാട്ടാണ്. നമുക്കിനി വരുന്ന എപ്പിസോഡുകളിൽ ഈ പാട്ട് തീർച്ചയായിട്ടും ഉൾപ്പെടുത്തണം. ഇപ്പൊ നമുക്ക് നമ്മുടെ നല്ലൊരു പാട്ട് പാടിയിട്ട് തിരികെ വരാം. ഓക്കെ. തീരം വിട്ടു
അനുഗ്രഹിക്കപ്പെട്ടൊരു പാട്ടാണ് പാടിയത്. അതെ ഏറെ പ്രത്യാശ ഉണർത്തുന്ന വളരെ അർത്ഥവത്തായ വരികളുള്ള നല്ലൊരു പാട്ടാണ്. അതെ, പുതിയതായിട്ട് ഇറങ്ങിയ പാട്ടുകളിൽ വളരെ ഒരു മനോഹരമായ ഏത് ഒക്കേഷനിലും പാടാൻ പറ്റിയൊരു പാട്ടാണ്. ഇതിൻ്റെ ഓരോ വരികളും ഇതിൻ്റെ സ്റ്റാർട്ടിങ് ടു എൻഡ് ആ വരികളെല്ലാം നമ്മളെ ഭയങ്കരമായിട്ട് ബലപ്പെടുത്തുന്ന വരികളാണ്. ഈ പാട്ട് നമ്മളിപ്പം വിളിച്ച പ്രിയാൻ്റിയെയും ഹസ്ബൻഡിനെയും ബലപ്പെടുത്തട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് അടുത്ത കോളിന് ശേഷം തിരികെ വരാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. അതെ, ഫേബയാണ്. ഇതാരാ ഇതാരാ? വില്യം മാത്യു കുന്നംകുളത്തുനിന്ന് വില്യം മാത്യു. അങ്കിളെ സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങൾ ആ ഒരു വിളിയിൽ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളുടെ സ്ഥിരം പ്രേക്ഷകനാണെന്ന് മനസ്സിലായി. ഓ ശരി ശരി, ആയിക്കോട്ടെ, ഓക്കെ. സന്തോഷം, വീണ്ടും വിളിച്ച് കിട്ടിയല്ലോ, അതിലൊത്തിരി ഞങ്ങളും സന്തോഷിക്കുന്നു. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇങ്ങനെ പോണോ? വീട്ടിലൊക്കെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? വീട്ടില് ഞാനും ഭാര്യയുള്ളൂ. ഓ ശരി ശരി, ഓക്കെ. നമ്മുടെ ബൈബിൾ മ്യൂസിയം വന്ന് വിസിറ്റ് ചെയ്തായിരുന്നോ? അത് കാലോണ്ടൊന്നും വയ്യ, കാലോണ്ട് സുഖമില്ല. കാലിന് സുഖമില്ലാതിരിക്കുവാണോ? കാലിനൊക്കെ നീരാ. ഓ ഓക്കെ, കർത്താവ് പെട്ടെന്ന് സൗഖ്യപ്പെടുത്തട്ടെ. കാലുകൾക്ക് കർത്താവ് നല്ല ബലം നൽകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വീട്ടിലെ വൈഫ് സുഖമായിട്ടിരിക്കുന്നോ? വീട്ടിലും എന്നെ പോലൊക്കെ ബുദ്ധിമുട്ടാണ് ശരീരം കൊണ്ട്. ഓ ശരി ശരി. അങ്ങളെ ഈ നിമിഷത്തിൽ അങ്ങളുടെ സന്തോഷമെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു 2 വരി പാട്ട് പാടാം. പാടാം. ഓക്കെ, പാടിക്കോളൂ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പനേക്ക് എന്നും മതിയായവൻ, മറ്റേതാരിലും ഞാൻ സഹായം, എല്ലാം പേടുകില്ല നിശ്ചയം, മറ്റേതാരിലും ഞാൻ സഹായം, എല്ലാം പേടുകില്ല നിശ്ചയം, ജീവനാഥൻ എന്നാവശ്യങ്ങൾ അറിഞ്ഞ് ജീവനാവെല്ലാം നടത്തിയിടുമേ, എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പനേക്കും എന്നും മതിയായവൻ. വളരെ വളരെ ബ്ലെസ്ഡ് ആയിട്ട് താങ്കൾ പാടി കേട്ടോ. ഹൈ പോർഷനൊക്കെ ഭയങ്കര ക്ലീൻ ആയിട്ട് പാടി. സ്റ്റാൻസ് ഒക്കെ. ഞങ്ങളെ വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ഇന്ന് ഏത് പാട്ടാ പാടിത്തരേണ്ടത്? ഈ ആരാധിച്ചിടാൻ അറിയാം. ആ പാട്ടങ്ങൾ വേണ്ടി പാടാം. ഓക്കെ, അപ്പൊ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് മാറി എല്ലാം സൗഖ്യമാകട്ടെ. ശരി, ഓക്കെ. ഗോഡ് ബ്ലെസ് യു. ഓക്കെ. അപ്പൊ നമ്മുടെ വില്യം കുന്നംകുളം അങ്കിളാണ് വിളിച്ചത്. അതെ, നല്ലൊരു പാട്ടൊക്കെ നമുക്കത് പാടിത്തന്നു. അത് നല്ലൊരു പാട്ട് ചോദിച്ചു. അതെ, എങ്കിലും വാർദ്ധക്യ സഹജമായ അസുഖങ്ങളൊക്കെ രണ്ടുപേരെയും ഒത്തിരി ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ദൈവം എത്രയും പെട്ടെന്ന് സൗഖ്യം കൊടുക്കട്ടെ. നമ്മുടെ പ്രേക്ഷകരും അതെ, നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾ പ്രേക്ഷകരോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. നമ്മളിതൊരു മ്യൂസിക് പ്രോഗ്രാം എന്നതിലുപരി നിങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഇതിൽ പറയുന്ന പ്രെയർ റിക്വസ്റ്റുകൾ നമ്മുടെ വീട്ടിലെ അംഗങ്ങളെപ്പോലെ തന്നെ കരുതി ഇതിൽ വരുന്ന പ്രെയർ റിക്വസ്റ്റുകൾ നിങ്ങളും പ്രാർത്ഥിക്കുക. നിങ്ങൾ മറന്നു പോകാതിരിക്കുക. കാരണം നിങ്ങൾക്കും ഇരട്ടി പ്രതിഫലം അതുമൂലം ലഭിക്കും എന്ന് പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. ബൈബിളും അങ്ങനെ തന്നെ പറയുന്നുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി കരുതുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ പ്രതിഫലവും ഇരട്ടിയായിരിക്കും. അപ്പം ഞങ്ങളെ വാച്ച് ചെയ്യുന്ന ഞങ്ങളുടെ പ്രേക്ഷകരെല്ലാം അങ്ങനെ തന്നെയും ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് നല്ലൊരു പാട്ട് പാടിയിട്ട് തിരികെ വരാം.
എവർഗ്രീൻ ഹിറ്റ് സോങ് ആണ് നമ്മുടെ അങ്കിള് ചോദിച്ചത്. ആരാധിച്ചിടാം, കുമ്പിട്ട് ആരാധിച്ചിടാം, ദൈവസ്നേഹം വർണ്ണിച്ചിടാം. ഇതൊക്കെ എനിക്ക് എൻ്റെ ചെറുതിലെ തൊട്ട് ഒരേപോലെ കേൾക്കുന്ന പാട്ടുകളാണ്. വളരെ ഒരു മുമ്പ് പറഞ്ഞ പോലെ ഈ പാട്ടുകൾക്കൊന്നും ജാതി മത ഭേദവ്യത്യാസമൊന്നുമില്ല. അതെ അതെ എല്ലാ മനുഷ്യരും ഒരുപോലെ ഇഷ്ടപ്പെടുകയും കേൾക്കുകയും ചെയ്ത പാട്ടാണ്. അന്ന് നമ്മുടെ MG ശ്രീകുമാറാണ് ഈ പാട്ട് പാടിയേക്കുന്നത്. അതെ അതെ അപ്പം അത്രയും അതെ വളരെ മനോഹരമായിട്ട് അതിൻ്റെ എല്ലാ ഫീലിങ്സോടു കൂടി തന്നെ ആ പാട്ട് അതേപോലെ എന്താ പറയുന്നത്, അങ്ങനെയൊക്കെയുള്ള സോങ് സത്യത്തിൽ ഇപ്പം കേൾക്കാനില്ല. പഴയ ഗാനങ്ങൾ പോലെ വളരെ ബ്ലെസ്സഡ് ആയൊരു സോങ്ങാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ടൈം ഇവിടെ കഴിയുകയാണ്. പ്രേക്ഷകരോട് നമ്മൾ സംസാരിച്ച് ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ ടൈം അറിയുന്നില്ല. ഞങ്ങൾക്ക് ഇവിടെ ഒരു ടൈമുണ്ട്, ആ ഒരു ടൈമിനുള്ളിൽ തന്നെ നിർത്തണം. ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്തവർ നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. ഞങ്ങൾ നിങ്ങളുടെ അടുത്തെത്തുന്നതായിരിക്കും. അതുകൊണ്ട് വീണ്ടും കാണുന്നത് വരെ ദൈവം തൻ്റെ ചെറിയ മറവിൽ നമ്മളെ സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താൽക്കാലികമായി ഞങ്ങൾ വിട വാങ്ങുന്നു. നന്ദി.